ഹലോ മൈ ക്യൂട്ടീസ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടുത്തെ ടെസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് 1 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫുൾ ഫേസ് മേക്കപ്പ് യൂസിങ് ടെസ്റ്റേഴ്സ് എന്നായിരുന്നു എൻ്റെ പ്ലാൻ. ടെസ്റ്റേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ചാലഞ്ച്. ആദ്യം ഞാൻ പോയി നെയിൽ പോളിഷൊക്കെ വെറുതെ ഇട്ട് നോക്കി. സ്റ്റാർട്ട് ചെയ്തത് ലിപ്സ്റ്റിക്കിൽ നിന്നായിരുന്നു. ഉറപ്പായിട്ടും സ്റ്റുഡിയോയിൽ പോയാൽ അവിടുത്തെ ലിപ്സ്റ്റിക്ക് സ്വാച്ച് ചെയ്ത് നോക്കാത്ത ഗേൾസ് ഉണ്ടാവത്തില്ല. സ്റ്റുഡിയോയുടെ ഏതെങ്കിലും വലിയ ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സ് കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് ഞാൻ പോയത്. അപ്പോൾ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടു. ലിപ്സ്റ്റിക്ക് കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ പാടൊന്നും പെട്ടേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് കൺസീലർ പോലെ ഇരിക്കുന്ന ഒരു ട്യൂബിലൊരു പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കൺസീലറാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അണ്ടർ ഐസിലൊക്കെ എടുത്തിട്ടു. അത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് കണ്ടോ, ഗ്ലോയ്ക്കുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതിനകത്ത് പച്ച ഇംഗ്ലീഷിൽ ഗ്ലോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനടുത്ത് കണ്ണിൻ്റെ താഴെ ഇട്ടിട്ട് ഞാൻ ആരോ കരയിപ്പിച്ചതുപോലെ നല്ല കരഞ്ഞതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ബാക്കി ഇരുന്ന പ്രൊഡക്റ്റിനെ ഞാൻ എൻ്റെ മുഖത്ത് പാടൊക്കെയുള്ള ഏരിയയിലൊന്ന് ഇട്ട് നോക്കുകയാണ് എന്തെങ്കിലും കവറേജ് ഉണ്ടോയെന്ന്. പക്ഷേ വെറും പൊട്ട സാധനം, കവറേജേ ഇല്ല. പൊട്ടയെന്ന് പറയാൻ കാരണം എൻ്റെ സ്കിന്നിന് പറ്റത്തില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് നല്ല നാച്ചുറൽ ഗ്ലോ കിട്ടാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ എന്നെപ്പോലെ പാടൊക്കെ ഉള്ള സ്കിന്നുകാർക്ക് യൂസ്ലെസ് ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കൺസീലർ ലൈക്ക് ഒരു ഫൗണ്ടേഷൻ കിട്ടി. കൺസീലർ പോലത്തെ ഒരു ട്യൂബിലിരിക്കുന്ന നമ്മുടെ പാൻ സ്റ്റിക്ക് പോലത്തെ ഒരു ഫൗണ്ടേഷൻ കിട്ടി. പക്ഷേ ആദ്യം എടുത്തത് അതിൻ്റെ ഷെയ്ഡല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തപ്പിയപ്പം വേറൊരു ഷെയ്ഡ്, ഏകദേശം ക്യാരമൽ എന്നെന്തായിരുന്നു ഷെയ്ഡിൻ്റെ പേര്. എനിക്കത് ഏകദേശം മാച്ച് ആവുമെന്ന് തോന്നി. ഞാൻ അതിൻ്റെ ടോപ്പിൻ്റെ ലെയർ ക്ലീൻ ആക്കുന്നതാണ് ഈ കയ്യിലിങ്ങനെ തേച്ചിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എൻ്റെ മുഖത്ത് സ്പോട്ട്സ് ഉള്ളിടത്തൊക്കെ ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ആക്ച്വലി അത് ഇഷ്ടപ്പെട്ടു. ഒരു ഇറേസർ വെച്ച് മായ്ക്കുന്ന പോലെ. ഞാൻ അഖിലടുത്ത് പറയായിരുന്നു ഇത് കൊള്ളാം. എൻ്റെ പാടൊക്കെ ജസ്റ്റ് ഞാൻ ഒരു ഇച്ചിരി പ്രൊഡക്റ്റ് ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തപ്പോൾ തന്നെ അത് കവറാവുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇത് കണ്ടോ, എൻ്റെ ആ ഏരിയയിൽ നല്ലതായിട്ട് പാടുണ്ട്. ഞാൻ ഒറ്റ ഫിംഗറിൽ ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പാടവിടെ ഉണ്ടായിരുന്നതായിട്ടേ തോന്നുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ബട്ട് ഒന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞ് പോയ എന്നെ കൊണ്ട് ഫൗണ്ടേഷൻ വാങ്ങിപ്പിച്ചത് ഈ പ്രൊഡക്റ്റാണ്. കണ്ടോ, എൻ്റെ ആ ഏരിയയിൽ അത്ര പാടും കാണാനേ ഇല്ല. സ്കിന്ന് പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ആക്ച്വലി സ്റ്റുഡിയോയുടെ ഫൗണ്ടേഷൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങുകയും ചെയ്തു കേട്ടോ. 199 എന്താണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. നല്ല പ്രൊഡക്റ്റാണ് ഇത്. ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, പക്ഷേ നല്ല കവറേജ് ഉണ്ട്. നമ്മുടെ ബാഗിൽ കിടക്കുമല്ലോ, നമുക്ക് ഇടയ്ക്കൊന്ന് ടച്ചപ്പ് ചെയ്താൽ മതി. ഏതായാലും ഞാൻ ബാക്കിയുള്ള ഏരിയ എൻ്റെ ഏകദേശം എക്സാക്ട് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് പൊതുവേ അങ്ങനെ എക്സാക്ട് മാച്ചിൽ ഷെയ്ഡ്സ് കിട്ടാറില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ എടുത്തത്. ലോങ് ലാസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത തപ്പിൽ നടന്നു. ബ്ലഷിലൊക്കെയായിരുന്നു തപ്പിൽ. ബ്ലഷ് 2 ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഒരു ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും. പക്ഷേ ലൈറ്റ് ഷെയ്ഡ് എനിക്ക് മാച്ചിങ് അല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ ടോപ്പ് ലെയർ ക്ലീൻ ആക്കുന്നത് നിങ്ങൾ കാണുന്നത് എനിക്കറിയാം. ടെസ്റ്റേഴ്സാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. 100% ഹൈജീനിക് അല്ല. ഞാൻ ഇത് ടോപ്പ് ലെയർ ക്ലീൻ ആക്കിയാലും ഇതത്ര ഹൈജീനിക് അല്ലെന്നറിയാം. സ്റ്റിൽ ജസ്റ്റ് ടു ബി സേഫ്. അത് ഈ ലൈറ്റ് ഷെയ്ഡ് ഞാൻ ഇങ്ങനെ ബ്ലഷായിട്ട് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് അത് ചേരുന്നില്ല. എനിക്കറിയായിരുന്നു അത് ഓൾറെഡി ചേരത്തില്ലെന്നറിയായിരുന്നു. പക്ഷേ ആ ഡാർക്ക് ഷെയ്ഡ് ബ്ലഷിന് ടെസ്റ്റേഴ്സ് വെച്ചിട്ടില്ല. അത് കളഞ്ഞു പോയാൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അതിൽ ടെസ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഷെയ്ഡിനെ തന്നെ ഒന്ന് കുറച്ച് കൂടുതൽ ആയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുകയാണ്. കാരണം ഫുൾ ഫേസ് മേക്കപ്പ് ചാലഞ്ചാണ്. കിട്ടുന്ന എല്ലാം ഇടണം, ഇട്ടൊരു ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യണം എന്നുള്ളതാണ് ചാലഞ്ച്. അപ്പോൾ എനിക്ക് ബ്ലഷ് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് നടന്നപ്പോൾ എനിക്കൊരു എന്താ പറയുന്നത്, ഒരു ഷിമ്മറി ഗ്ലിറ്ററി ലൈക്ക് ഒരു പെൻസിൽ ഐ ഷാഡോ കിട്ടി. അതിനെ കുറച്ചെടുത്ത് ബ്ലെൻഡ് ചെയ്ത് കണ്ണിലിട്ട് കൊടുത്തു. കൊള്ളായിരുന്നു കേട്ടോ, അതും കൊള്ളാം. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു ലിപ്സ്റ്റിക്ക് സെക്ഷനിൽ പോയിട്ട് ഒരു മെറൂണിഷ് ഞാൻ ലിപ്പിലിട്ട പോലത്തെ ഒരു ഷെയ്ഡ് എടുത്ത് ബ്ലഷായിട്ട് ഇട്ടു. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായി. അപ്പോഴാണ് ബ്ലഷ് പോലെ തോന്നിയത്. അത് കഴിഞ്ഞ് അവിടുത്തെ ഐലൈനറും കൊള്ളാം കേട്ടോ. അത് ഞാൻ ഒരു ബ്ലാക്ക് ഐലൈനർ, എന്തോ കളർ ലൈനറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബ്ലാക്ക് ലൈനർ എടുത്ത് വിങ്സൊക്കെ ഇട്ട് ഒന്ന് വരച്ചു. വിങ്സ് ഇടാൻ ഞാൻ വേറൊരു പെൻ ലൈനറാണ് യൂസ് ചെയ്തത്. ഇതും കൊള്ളാം, അതും കൊള്ളാം. രണ്ടും നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഇതിട്ടാണ് വീട്ടിലൊക്കെ പോയത്, അപ്പോൾ എനിക്കറിയാം അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആണ്. മസ്കാര എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അടിപൊളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ കൊള്ളാം. എന്നാലും നിങ്ങൾ അവിടെ പോയാൽ മസ്റ്റായിട്ട് വാങ്ങണം എന്നൊന്നും ഞാൻ പറയത്തില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫുൾ ഫേസ് മേക്കപ്പ് അത്രേ ഉള്ളായിരുന്നു. എനിക്ക് ആകെ കിട്ടാത്തത് ഐബ്രോ ഫിൽ ചെയ്യാനുള്ള പ്രൊഡക്റ്റ്, ബാക്കിയെല്ലാം കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ചാലഞ്ച്. കണ്ടോ എൻ്റെ കൈ. ബൈ.